വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് 4ാമത്തെ ക്ലാസ്സാണ്. ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ട്. ആ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളുടെ ലിങ്ക് കിട്ടും. അതുപോലെ തന്നെ നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇനി ടെലഗ്രാം ഇല്ലാത്തവർ എന്ത് ചെയ്താൽ മതി, ഈ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടേക്കുക. ഞാൻ എന്ത് ചെയ്യാം, നോട്ട് അയച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളതിൽ ആദ്യം വെതറും ക്ലൈമറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് പഠിച്ചു. അവസാനത്തെ ക്ലാസ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ പറ്റിയിട്ടാണ് പഠിച്ചത് അല്ലേ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ എന്താണെന്ന് പഠിച്ചു. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളായിട്ടുള്ള ടെമ്പറേച്ചർ, ഓൾട്ടിറ്റ്യൂഡ്, ഹ്യൂമിഡിറ്റി എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ടെമ്പറേച്ചർ ആയാലും അതുപോലെ ഓൾട്ടിറ്റ്യൂഡ് ആയാലും അതുപോലെ ഹ്യൂമിഡിറ്റി ആയാലും കൂടിക്കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കുറയും. ഇതായിരുന്നു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ എയർ നമ്മുടെ ഭൂമിയുടെ സർഫസിലേക്ക് കൊടുക്കുന്ന പ്രഷർ അല്ലെങ്കിൽ വെയിറ്റ്, അത് തന്നെയാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷറായിട്ട് മാറുന്നത് അല്ലേ. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് പറ്റും, പ്രഷർ കുറയും. ഉയരം കൂടുന്തോറും പ്രഷർ കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന നമുക്ക് ചെവി അടയുന്നതൊക്കെ വരുന്ന കാര്യമൊക്കെ നമ്മൾ പഠിച്ചു. എന്തിനാണ് റിവൈസ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. നമ്മൾ ഒന്നുകൂടി കേൾക്കുമ്പോൾ നമുക്കൊന്നുകൂടി ആ പറയുന്ന കാര്യങ്ങളൊന്ന് ഓർമ്മ കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. ഹ്യൂമിഡിറ്റി നമ്മൾ പറഞ്ഞു, വാട്ടർ വേപ്പർ എന്ന് പറയുമ്പോൾ എയർ മോളിക്യൂൾസിലുള്ള അല്ലെങ്കിൽ എയറിലുള്ള നൈട്രോജനെയും ഓക്സിജനേക്കാളും ഒക്കെ വെയിറ്റ് കുറവാണ്. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടിയാലും പ്രഷർ കുറയും നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഐസോബാറുകളെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലേ. നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഈ പറയുന്ന പ്രഷറുകൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ മാപ്പിൽ ഒരേ പ്രഷർ വരുന്ന പോയിന്റുകളെ ചേർത്ത് വരയ്ക്കുന്ന സ്മൂത്ത് കർവ് അല്ലെങ്കിൽ സ്മൂത്ത് ലൈനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഐസോബാറുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത് അല്ലേ. ഈ ഐസോബാറുകൾ നമ്മൾ ഗ്ലോബ് എടുത്തിട്ട് നമ്മൾ ഐസോബാർ വരച്ചപ്പോൾ എന്താ കണ്ടത്, ചില ഭാഗങ്ങളിൽ ഐസോബാറുകൾ ഏതാണ്ട് സ്ട്രൈറ്റ് ലൈൻസ് ആയിട്ട് വന്നു. ആ സ്ഥലങ്ങൾ നമ്മൾ എന്ത് വിളിച്ചു, ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ എന്ന് വിളിച്ചു. മൊത്തത്തിൽ അങ്ങനെ എത്ര പ്രഷർ ബെൽറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്, 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ആ 4 പ്രഷർ ബെൽറ്റ് ഏതൊക്കെയാണെന്നും അതെങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ, മനസ്സിലായോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ കമൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തമ്പ് ഒന്ന് കൊടുത്തേക്കുക. കാണുമ്പോൾ എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നറിയുമ്പോൾ ഒരു സന്തോഷം, ഒരു മനസ്സുഖം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ആദ്യം അതിൻ്റെ പേരൊന്ന് പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ഇതൊക്കെയാണ് പ്രഷർ ബെൽറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 എണ്ണം ഉണ്ട് അല്ലേ. ഒന്ന് നമ്മുടെ ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് കാണുന്നു, അതായത് 0 ഡിഗ്രിയിൽ കാണുന്നു. എന്താ പേര്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. പഠിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ, ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് കാണുന്നത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇക്വേറ്റർ 0 ഡിഗ്രി, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് കാണുന്നതും 0 ഡിഗ്രിയിൽ. പിന്നെ വരുന്നു 30 ഡിഗ്രി നോർത്തിലും 30 ഡിഗ്രി സൗത്തിലും. 30 ഡിഗ്രി നോർത്തിലും 30 ഡിഗ്രി സൗത്തിലും അല്ലേ. നമുക്കറിയാം ഈ ഇക്വേറ്ററിൻ്റെ ഇടതും വലതും അല്ലെങ്കിൽ മുകളിലും താഴെ ട്രോപ്പിക്കൽ റീജിയൻ ആണെന്ന് പറയും. ഈ ട്രോപ്പിക്കൽ കഴിയുന്ന ഭാഗം അപ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും, സബ് ട്രോപ്പിക്കൽ എന്ന് വിളിക്കും. പക്ഷേ അവിടുത്തെ പ്രഷർ എത്രയാണ്, ഹൈ ആണ്. സോ എന്ത് വിളിക്കും, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് വിളിക്കും. 30 ഡിഗ്രി നോർത്തിലും അതുപോലെ 30 ഡിഗ്രി സൗത്തിലും. ഇനി ഏറ്റവും മുകളിൽ 90 ഡിഗ്രി ആണ് അല്ലേ. 90 ഡിഗ്രി നമുക്കറിയാം പോളാർ റീജിയൻ ആണ്, അവിടെ ഹൈ പ്രഷറാണ്. അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കും, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് വിളിക്കും. 90 ഡിഗ്രി നോർത്തിലും 90 ഡിഗ്രി സൗത്തിലും. എന്നാൽ പോളാർ കഴിഞ്ഞ് കുറച്ച് താഴെയായിട്ട് 60 ഡിഗ്രിയുടെ ഭാഗം നോക്കുമ്പോൾ പോളാറും അല്ല എന്നാൽ ട്രോപ്പിക്കലും അല്ല, സബ് ട്രോപ്പിക്കലും അല്ല. അപ്പോൾ ഇതിനെ എന്ത് വിളിക്കും, സബ് പോളാർ എന്ന് വിളിക്കും. സോ ആ ഭാഗത്ത് നമ്മൾ എന്ത് വിളിച്ചു, സബ് പോളാർ. പ്രഷർ ലോ ആയതുകൊണ്ട് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. എത്രയാണ്, 60 ഡിഗ്രി നോർത്തിലും 60 ഡിഗ്രി സൗത്തിലും. അപ്പോൾ ആദ്യം തന്നെ ഇവർ 4 പേരുടെയും പേരൊന്ന് പഠിക്കുക, ലൊക്കേഷൻ എവിടെയാണെന്നൊന്ന് പഠിച്ച് വയ്ക്കുക. അപ്പോൾ എത്രയാണ്, നമ്മൾ പറഞ്ഞു 4 എണ്ണം അല്ലേ. 0 ഡിഗ്രിയുടെ ഭാഗത്തുള്ളത് ഏതാണ്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. 30 ഡിഗ്രി നോർത്തിൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. 30 ഡിഗ്രി സൗത്തിലും എന്തുവാണ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 60 ഡിഗ്രിയിലാണെങ്കിലോ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. 60 ഡിഗ്രി സൗത്തിലും എന്താണ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. 90 ഡിഗ്രിയിലാണെങ്കിൽ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. താഴെ എന്ത് തന്നെയാണ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അങ്ങനെ മൊത്തത്തിൽ നോർത്തിലും സൗത്തിലും കൂടി ചേർത്തിട്ട് 4 എണ്ണം ഉണ്ട്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ 4 പ്രഷർ ബെൽറ്റും എങ്ങനെയാണ് ഹൈ പ്രഷർ ആയത്, എങ്ങനെയാണ് ലോ പ്രഷർ ആയത്, അവരുടെ പ്രത്യേകത ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന പേജിൽ പറയുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. തുടങ്ങാമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മുടെ ഭൂമിയെ ഒന്ന് വരച്ചെടുക്കാൻ പോവുകയാണ് അല്ലേ. നിങ്ങൾക്കറിയാം ഇതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് അല്ലേ. ഭൂമിയിൽ ഈ നടുക്കൂടെ വരയ്ക്കുന്ന ലൈൻസാണ് ലാറ്റിറ്റ്യൂഡ്. 0 ഡിഗ്രി, 30 ഡിഗ്രി നോർത്ത്, 30 ഡിഗ്രി സൗത്ത്, 60 ഡിഗ്രി നോർത്ത്, 60 ഡിഗ്രി സൗത്ത്, 90 നോർത്ത്, 90 സൗത്ത്. ഞാൻ ഇതിനൊന്ന് ചരിച്ച് വരയ്ക്കുകയാണ്. അതായത് ഇങ്ങനെ ഇരിക്കുന്നവരെ ഞാനൊന്ന് ഇങ്ങനെ വരയ്ക്കുകയാണ്, നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. കാരണം ഇത് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പം അതാണ്. ഇതാണ് നമ്മുടെ ഭൂമി എന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഭൂമി എന്നൊന്ന് വിചാരിക്കുക.
ഈ വരയ്ക്കുന്ന ലൈനാണ് എന്തെന്ന് പറയുന്നത് ഇക്വേറ്റർ എന്ന് വിചാരിക്കുക. എന്തുവാണ് ഇക്വേറ്റർ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് പ്രഷർ ബെൽറ്റാണ് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. എന്തുവാണ് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. 0° അഥവാ ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് കാണുന്നു. ഇവിടെ നമ്മൾ പഠിച്ചില്ലേടാ നേരത്തെ ലാറ്റിറ്റ്യൂഡ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഈ 0° എന്ന് പറയുമ്പോൾ എന്താണ് പ്രത്യേകത? സൂര്യപ്രകാശം നേരെ വന്ന് വീഴുന്നത് ഈ പറയുന്ന 0°യിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? കൂടുതലാണ്. ഇത്രയും നമുക്കറിയാമല്ലോ, തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം വന്ന് നേരെ വീഴുന്നത് ഈ പറയുന്ന ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലാണ്. ഒരു സെക്കൻഡ്. അപ്പോൾ ഈ പറയുന്ന എവിടെയാണ്? ഈ പറയുന്ന ഇക്വേറ്ററിൻ്റെ ഭാഗത്താണ് സൂര്യപ്രകാശം നേരെ വന്ന് വീഴുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടും അല്ലേ. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കൂടും. നമുക്കറിയാം വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ് അല്ലേ. പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? ലോ പ്രഷർ വന്നത്. എന്ത് വന്നത്? ലോ പ്രഷർ വന്നത്. എന്നാൽ അതിൻ്റെ മെക്കാനിസം ഒന്ന് പറഞ്ഞുതരാം. ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടും. നമുക്കറിയാം നമ്മളൊരു സ്ഥലത്ത് തീ കത്തിക്കുമ്പോൾ എന്ത് പറ്റും? തീ കത്തിക്കുമ്പോൾ പുക മൊത്തം എന്ത് ചെയ്യുക? മുകളിലോട്ടാണ് പോകുന്നത് അല്ല. അപ്പോൾ ഇവിടെ എന്ത് പറ്റും? തീയൊന്നും കത്തിക്കുന്നില്ല, എങ്കിലും ചൂട് കൂടുമ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിക് എയർ എക്സ്പാൻഡ് ചെയ്ത് എങ്ങോട്ട് പോകും? മുകളിലോട്ട് പോകും. എങ്ങോട്ട് പോകും? മുകളിലോട്ട് പോകും. അങ്ങനെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും ഈ സ്ഥലം എന്തായിട്ട് മാറും? ഇതൊരു ലോ പ്രഷർ ബെൽറ്റ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ഒരു ലോ പ്രഷർ ബെൽറ്റ് ആയിട്ട് മാറും. അങ്ങനെ ഈ പറയുന്ന ഹീറ്റ് എക്സ്പാൻഡ് ചെയ്തു മുകളിലോട്ട് പോയി. ഞാൻ ഇതങ്ങോട്ട് മാച്ച് കളയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എല്ലാവർക്കും മനസ്സിലായി. ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് 0°യിലാണ് കാണുന്നത്. ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് 0°യിലാണ് കാണുന്നത്. 0°യിൽ ടെമ്പറേച്ചർ കൂടുതലാണ്, കാരണം സൂര്യപ്രകാശം നേരെ വന്ന് വീഴുന്നു. സോ എയർ എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്ന എയർ മുകളിലോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇവിടെ നോക്കടാ, നമുക്കറിയാം വിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ എയർ ഇങ്ങനെ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുമ്പോഴല്ലേ നമ്മളതിനെ വിൻഡ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇവിടെ എങ്ങോട്ടാണ്? മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വിൻഡ് വല്ലതും ഉണ്ടാവും? ഇവിടെ കാറ്റുണ്ടാവോ? ഇല്ലല്ലോ. അപ്പോൾ കാറ്റില്ലാത്ത ഈ ഒരു റീജിയൺ നമ്മൾ ഡോൾ ഡ്രം എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഡോൾ ഡ്രം എന്ന് വിളിക്കും. ഡോൾ ഡ്രം റീജിയൻ. കാരണം പണ്ട് കപ്പലിലൊക്കെ പോകുന്ന യാത്രക്കാർക്ക് ഇതൊരു ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു. കാരണം പണ്ടത്തെ ഈ പായ്ക്കപ്പൽ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒരു വലിയ പായ പോലത്തെ സാധനം കെട്ടിവെച്ചിട്ട് പോകുന്ന കപ്പൽ, കാറ്റിൻ്റെ ദിശ അനുസരിച്ചാണ് ഇത് പോകുന്നത്. അപ്പോൾ ഈ സ്ഥലമൊക്കെ എത്തുമ്പോൾ ഇവർക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അന്ന് അവർ വിളിച്ച പേരാണ് ഡോൾ ഡ്രം എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്ത് പറ്റുന്നു? എയർ എക്സ്പാൻഡ് ചെയ്യുന്നു, മുകളിലോട്ട് പോകുന്നു. ഇവിടെ എന്തായിട്ട് മാറുന്നു? ലോ പ്രഷർ ബെൽറ്റായിട്ട് മാറും. ഇനി മുകളിൽ പോകുന്ന കാറ്റിന് എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയും. പഠിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടല്ലേ 3-4 ടെമ്പറേച്ചർ കുറവാകുന്നത്, ഹിൽ സ്റ്റേഷൻ തണുപ്പാവുന്നത്. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കുറയുമ്പോൾ ഈ എയർ എന്ത് ചെയ്യും? തണുക്കും. തണുത്ത ഈ എയർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തണുത്ത എയറിന് മുകളിൽ നിൽക്കാൻ പറ്റില്ല. കാരണം തണുത്ത എയറിന് ഡെൻസിറ്റി കൂടുതലാണ്. ഡെൻസിറ്റി കൂടിയ എയറിന് അവിടെ നിൽക്കാൻ പറ്റില്ല. ഇത് പതുക്കെ എന്ത് ചെയ്യും? താഴോട്ട് വരാൻ തുടങ്ങും. പതുക്കെ എന്ത് ചെയ്യും? തണുത്തിട്ട് താഴോട്ട് വരാൻ തുടങ്ങും. എങ്ങോട്ടാണ് വരുന്നത്? ഈ തണുത്ത് താഴോട്ട് വരുന്ന ലാറ്റിറ്റ്യൂഡ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇവിടെ? അത് 30° ആയിരിക്കും. ഓക്കെ, അത് എത്രയായിരിക്കും? 30° ആയിരിക്കും. അപ്പോൾ നോക്കിയേ, 30°യുടെ ഭാഗം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ 30°യിൽ തണുത്ത എയർ താഴോട്ട് വരികയാണ്. തണുത്ത എയർ താഴോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രഷർ അതവിടെ കൂടുതലായിരിക്കും. സോ അങ്ങനെ വരുന്ന രണ്ടാമത്തെ പ്രഷർ ബെൽറ്റ് ഏതാണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എത്രയാണ്? 30° നോർത്തിലും 30° സൗത്തിലും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഹൈ പ്രഷർ ആയത്? ഇക്വിറ്റോറിയലിൽ നിന്ന് ഉയർന്നു പോയ പ്രഷർ ഉണ്ടല്ലോ, ഉയർന്നു പോയ കാറ്റുണ്ടല്ലോ, ഇതെന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിൽ മുകളിലോട്ട് എത്തുന്നു അല്ലേ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ ഒക്കെ എത്തിക്കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ട്രോപ്പോസ്ഫിയർ കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും? തണുക്കും. തണുത്ത് കഴിയുന്ന എയർ എന്ത് ചെയ്യും? അവിടേക്കോ ഇല്ല, അതെന്ത് ചെയ്യും? തണുക്കും. അത് തിരിച്ച് സബ്സിഡൈസ് ചെയ്യും. കാരണം ഇവിടുന്ന് പ്രഷർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഇവിടത്തോട്ട് വരാൻ പറ്റില്ല, വശങ്ങളോട്ട് തിരിയുന്നു, പതുക്കെ താഴേക്ക് വരുന്നു. അപ്പോൾ താഴോട്ട് വരുന്ന ഈ തണുത്ത എയർ വന്ന് വീഴുന്ന സ്ഥലത്ത് എന്തായാലും പ്രഷർ എന്തായിരിക്കും? കൂടുതലാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ടെമ്പറേച്ചർ കുറയുമ്പോൾ പ്രഷർ കൂടും. അപ്പോൾ തണുത്ത കാറ്റ് വരുമ്പോൾ പ്രഷർ കൂടും. അങ്ങനെ ഇവിടെ എന്തായിട്ട് മാറും? ഇവിടെ ഹൈ പ്രഷർ ബെൽറ്റ് ആയിട്ട് മാറും. ഇവിടെ എന്തുകൊണ്ടായിട്ട് മാറും? ഹൈ പ്രഷറായിട്ട് മാറും. അങ്ങനെയാണ് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റും ഉണ്ടാകുന്നത്. സെറ്റാണ്. നെക്സ്റ്റ് നേരെ നമ്മൾ 90°യുടെ ഭാഗത്ത് പോവുകയാണ്. 90° നോർത്ത്, 90° സൗത്ത്. നിങ്ങൾക്കറിയാം സൂര്യപ്രകാശം ഏറ്റവും ചരിഞ്ഞ് വന്ന് വീഴുന്ന സ്ഥലമാണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത്? 90° നോർത്തും 90° സൗത്തും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെയധികം കുറവായിരിക്കും. നമുക്കറിയാം ടെമ്പറേച്ചർ കുറയുമ്പോഴത്തേക്കും എന്ത് പറ്റും? ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് പറ്റും? പ്രഷർ കൂടും. ഇവർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ. അങ്ങനെയാണ് എന്ത് വരുന്നത്? നമ്മുടെ മൂന്നാമത്തെ പ്രഷർ ബെൽറ്റ് വരുന്നത് ഏതാണത്? പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. എവിടെയാണ്? 90° നോർത്തിലും 90° സൗത്തിലും എന്ത് വരുന്നു? പോളാർ ഹൈ. എന്തുകൊണ്ടാണ് അപ്പോൾ ഹൈ പ്രഷർ ആയത്? ഹൈ പ്രഷർ ആയത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ടെമ്പറേച്ചർ കുറവായതുകൊണ്ട്. അങ്ങനെ ഇവിടുത്തെ എയർ എന്ത് ചെയ്യുന്നു? ഇവിടെ നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ ഒരെണ്ണം പറയാൻ വിട്ടുപോയല്ലോ, ഏതാണ്? സബ് പോളാർ ലോ. ഇപ്പോൾ പറഞ്ഞുതരാം.
എടാ ഇവിടെ നീ തണുത്ത് വരുന്ന താഴെ വരുന്ന കാറ്റ് ദേ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, ദേ ഇങ്ങോട്ട് വരും. തണുത്ത് വരുന്ന കാറ്റ് നമ്മുടെ ഭൂമിയിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്യും. അതുപോലെ ഇവിടെ നിന്നുള്ള കാറ്റും ഇങ്ങോട്ട് വരും, ഇവിടെ നിന്നുള്ള കാറ്റും ഇങ്ങോട്ട് വരും. ഇത് രണ്ടും പോരാഞ്ഞിട്ട് നമ്മുടെ ഭൂമി കറങ്ങുന്നുണ്ട് അല്ലേ, ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റും, ഈ കറങ്ങുന്നത് കാരണം നമുക്കറിയാലോ, നമുക്ക് കറങ്ങുമ്പോൾ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും, പുറത്തോട്ട് വരും അല്ലേ. നമ്മളൊരു സാധനം നമ്മൾ ആലോചിച്ചത് വാഷിംഗ് മെഷീൻ ഈ പറയുന്ന സാധനം ഡിഷ് വാഷർ ഇതൊക്കെ തുണിയും പാത്രമൊക്കെ കഴുകുന്ന എന്താ, ഇത് സ്പിൻ ചെയ്യും അല്ലേ, സ്പിൻ ചെയ്യുമ്പോൾ അഴുക്കൊക്കെ കഴിയുന്ന ഇളകിപ്പോവും. ഒരു നനഞ്ഞ തുണി എടുത്തൊന്ന് കറക്കടെ എന്ത് പറ്റും, വെള്ളം പുറത്തോട്ട് തെറിച്ചു പോകും. അതുപോലെ എന്ത് പറ്റും, ഭൂമിയുടെ റൊട്ടേഷണൽ എഫക്റ്റ് കാരണം, അത് നോർമലി ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന 60 ഡിഗ്രി ഉണ്ടല്ലോ ഭാഗത്ത് സത്യം പറഞ്ഞ ലോ പ്രഷർ വരണം. പക്ഷേ ഭൂമി കറങ്ങുന്നത് കാരണവും ഈ പറയുന്ന രണ്ട് സ്ഥലത്തു നിന്ന് വരുന്ന തണുത്ത കാറ്റ് കാരണം എന്ത് പറ്റും, ഇവിടെയുള്ള എയർ പുറത്തോട്ട് എടുത്തെറിയപ്പെടും, ത്രോൺ ഔട്ട് അല്ലേ, അതെന്ത് ചെയ്യും, പുറത്തോട്ട് പോകും. അപ്പോൾ നമുക്കറിയാം എയർ പുറത്തോട്ട് പോകുമ്പോൾ ഇവിടെ ലോ ആയെങ്കിൽ ഇവിടെ എന്ത് തന്നെ വരും, ഇവിടെയും ഒരു ലോ പ്രഷർ ബെൽറ്റ് ഉണ്ടാവും. അങ്ങനെയാണ് എന്ത് പറ്റുന്നത്, നമ്മുടെ നാലാമത്തെ ബെൽറ്റ് വരുന്നത്. ഏതാണ് ആ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. എവിടെയാണ്, 60 ഡിഗ്രി നോർത്തിലും 60 ഡിഗ്രി സൗത്തിലും. ഇങ്ങനെയാണ് 4 പ്രഷർ ബെൽറ്റ് ഉണ്ടാകുന്നത്. ഒറ്റയടിക്ക് ഒന്നുകൂടി പറഞ്ഞുതരാൻ പോവുകയാണ്, ശ്രദ്ധിച്ച് കേട്ടോളണം. അപ്പോൾ നമ്മൾ പറയാൻ പോവുകയാണ്, നമ്മൾ ഭൂമിയെ വേറൊരു രീതിയിലാണ് വരച്ചേക്കുന്നത്, അതാദ്യം മനസ്സിലാക്കിക്കൊള്ളണം കേട്ടോ. നമ്മൾ നോർമലി നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്, നമ്മൾ ഈ പറയുന്ന ഇക്വേറ്റർ ഇങ്ങനെ വരയ്ക്കും. ഇത് ഞാൻ ഇങ്ങനെ ഇക്വേറ്റർ വരച്ചു എന്നേ ഉള്ളൂ, നമുക്കത് മനസ്സിലാക്കാം, വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതാണ് ഇക്വേറ്റർ. അപ്പോൾ ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് സൂര്യപ്രകാശം വരും, എയർ എക്സ്പാൻഡ് ചെയ്യും, മുകളിലോട്ട് പോകും. ഇവിടെ എന്ത് വന്നു, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് വന്നു. ഈ മുകളിലോട്ട് പോകുന്ന കാറ്റ് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, തണുക്കും, തണുത്തിട്ട് എന്ത് ചെയ്യും, വളയും, നേരെ ഇങ്ങോട്ട് വരും, താഴോട്ട് വരും. താഴോട്ട് വരുന്ന എങ്ങോട്ടാണ് വരുന്നത്, 30 ഡിഗ്രി നോർത്തിലും 30 ഡിഗ്രി സൗത്തിലും. അപ്പോൾ ഇവിടെ എന്താവും, ഇവിടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ടാവും. എന്തുണ്ടാവും, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. 90 ഡിഗ്രി നോർത്ത്, 90 ഡിഗ്രി സൗത്ത്. സൂര്യപ്രകാശം ഏറ്റവും കുറവായിട്ട് വീഴും, ടെമ്പറേച്ചർ കുറവാണ്. സോ ഇവിടെ എന്താവും, ഇവിടെ പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആവും. ഇവിടെ എന്തായിട്ട് മാറും, പോളാർ ലോ പ്രഷർ ബെൽറ്റായിട്ട് മാറും. എന്നാൽ ഇവിടുന്ന് തണുത്ത് വരുന്ന കാറ്റും അല്ലെ, ഇവിടുന്ന് തണുത്ത് വരുന്ന കാറ്റും ഇവിടുന്ന് തണുത്ത് വരുന്ന കാറ്റും പോരാത്തതിന് ഭൂമിയുടെ പറയുന്ന കറക്കൽ കാരണം അല്ലെങ്കിൽ ഭൂമിയുടെ റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് കാരണം എന്ത് പറ്റും, ഇവിടെയുള്ള എയർ പുറത്തോട്ട് പോകും. ഇവിടെയുള്ള എയർ എന്ത് ചെയ്യും, മുകളിലോട്ട് പോകും. അങ്ങനെ മുകളിലോട്ട് പോകുന്ന എയർ കാരണം ഇവിടെ എന്തായിട്ട് മാറും, ഇവിടം എന്തായിട്ട് മാറും, ഇവിടം ഒരു ലോ പ്രഷർ ബെൽറ്റ് ആയിട്ട് മാറും. എന്താണ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. എന്തുവാണ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആയിട്ട് മാറും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായെങ്കിൽ ഈ പോയിന്റുകൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഫസ്റ്റ് വരുന്നു ഏതാണ്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് 0 ഡിഗ്രി കാണപ്പെടുന്നു. എന്താണ്, ദ എക്സ്പാൻഷൻ ഓഫ് ദ എയർ റൈസിംഗ് അപ്പ് ഡ്യൂ ടു ദ ഹൈ ടെമ്പറേച്ചർ പ്രിവെയിലിംഗ് ഇൻ ദ ഇക്വറ്റോറിയൽ റീജിയൻ അല്ലെ, ഇക്വറ്റോറിയൽ റീജിയനിൽ ഉണ്ടാകുന്ന ഹൈ ടെമ്പറേച്ചർ കാരണം എയർ എക്സ്പാൻഡ് ചെയ്യും, മുകളിലോട്ട് പോകും, കോസസ് ദ ഫോർമേഷൻ ഓഫ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇവിടെ വെർട്ടിക്കലിയാണ് എയർ മൂവ് ചെയ്യുന്നത്, അതുകൊണ്ട് വിൻഡ് ഇല്ല, അതുകൊണ്ട് അതിനെ എന്ത് വിളിച്ചു, ഡോൾഡ്രം എന്ന് വിളിച്ചു. ഇതാണ് സംഭവം. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് 30 ഡിഗ്രി നോർത്തിലും 30 ഡിഗ്രി സൗത്തിലും. എന്ത് പറ്റും, ദ ഹോട്ട് എയർ അസെൻഡിങ് ഫ്രം ദ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് കൂൾസ് ഗ്രാജുവലി ആൻഡ് സബ്സിഡൈസ് അറ്റ് ദ സബ് ട്രോപ്പിക്കൽ ഹൈ അല്ലെ, എക്സ്പാൻഡ് ചെയ്ത് മുകളിൽ പോയി ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലെ കാറ്റ് തണുത്ത് തിരിച്ച് സബ്സിഡൈസ് ചെയ്യുന്നത് എവിടെയാണ്, 30 ഡിഗ്രി നോർത്തിലും സൗത്തിലുമാണ്. അങ്ങനെയാണ് എന്ത് പറ്റുന്നത്, ഇവിടെ ഹൈ പ്രഷറായിട്ട് മാറുന്നത്. അടുത്ത് വരുന്നതാണ് ഏത്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. എന്തുകൊണ്ടാണ്, 60 ഡിഗ്രി നോർത്തിലും 60 ഡിഗ്രി സൗത്തിലും കാണപ്പെടുന്നു. നോർമലി ഹൈ പ്രഷറാണ് വരേണ്ടതെങ്കിലും കാരണം ലോ ടെമ്പറേച്ചർ ആയതുകൊണ്ട് എന്ത് പറ്റും, ഓയിങ് ടു ദ കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ഓഫ് ദ എയർ എലോങ് ദിസ് റീജിയൻ കോസ്ഡ് ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് അല്ലെ, ഭൂമിയുടെ റൊട്ടേഷൻ കാരണം ഇവിടെയുള്ള കാറ്റുകൾ എന്ത് ചെയ്യും, പുറത്തോട്ട് അല്ലെ, എന്താണ് പുറത്തോട്ട്, സെൻട്രിഫ്യൂഗൽ അല്ലെ, സെൻട്രിപെറ്റൽ അകത്തോട്ടും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാകുന്ന കാരണം പുറത്തോട്ടും കാരണം ഇവിടെ എന്താവുന്നു, ഇവിടെ ലോ പ്രഷറായിട്ട് മാറുന്നു. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ വളരെയധികം തണുപ്പാണ്, അതുകൊണ്ട് എന്ത് പറ്റും, ഇവിടുത്തെ ഈ പറയുന്ന ഹൈ ടെമ്പറേച്ചർ കാരണം എന്ത് പറ്റും, പോളാർ ഹൈ പ്രഷറായിട്ട് മാറും. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണെന്ത്, നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്നൊക്കെ പറയുന്ന സാധനം. വെറുതെ വായിച്ചു വിടുന്നതിനേക്കാളും ഇത് ഈ പറഞ്ഞ കാര്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആകുമെന്ന് വിശ്വസിക്കുന്നു. പോളാർ ഹൈ, സബ് ട്രോപ്പിക്കൽ ലോ, സബ് പോളാർ ലോ എല്ലാ സാധനവും ഇവിടെ കിടപ്പുണ്ട്. ഇനി ഇവിടെ ഒരു ചെറിയ പാരഗ്രാഫ് കൂടെ ഒന്ന് ശ്രദ്ധിച്ചോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ഹൈ പ്രഷർ ബെൽറ്റ് 0 ഡിഗ്രി, മറ്റേത് 30 ഡിഗ്രി, മറ്റേത് 60 ഡിഗ്രി, 90 ഡിഗ്രി. പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യൻ്റെ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് കാരണം, സൂര്യൻ്റെ എന്ത് കാരണം, അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് കാരണം ഈ പറയുന്ന പ്രഷർ ബെൽറ്റുകൾക്ക് ഒരു 5 to 10 ഡിഗ്രിയുടെ ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ മൊത്തം കൺഫ്യൂഷൻ ആയി കാണും അല്ലേ. ഇത്രയേ ഉള്ളൂ സംഭവം. നോർമലി ഇതാണ് നമ്മുടെ ഭൂമി എന്ന് വിചാരിക്കുക.
ഈ ഭൂമിയുടെ ഇവിടെ ആയിട്ടാണ് എന്തുള്ളത്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഉള്ളത്. എത്ര ഡിഗ്രിയിലാണ്? 0 ഡിഗ്രിയിലാണ്. എന്നാൽ ചില സമയത്ത് സൂര്യൻ ഒരു 6 മാസം നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ ഭാഗത്തും അടുത്തൊരു 6 മാസം സദേൺ ഹെമിസ്ഫിയറിൻ്റെ ഭാഗത്തും ആയിരിക്കും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ. നിങ്ങളുടെ ഭാഗ്യദോഷം എന്ന് പറയട്ടെ, കഴിഞ്ഞ കൊല്ലം വരെയുള്ള 10ാം ക്ലാസ്സുകാരുടെ 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഈ അപ്പാരൻ്റ് മൂവ്മെൻറ്റിനെ പറ്റിയൊക്കെ വിശദമായി പഠിക്കുമായിരുന്നു. നിങ്ങൾക്ക് ആ ടോപ്പിക് എടുത്ത് മാറ്റി. സംഭവം വേറൊന്നുമില്ല, നമ്മുടെ ഭൂമി സത്യം പറഞ്ഞാൽ നേരെയല്ല ഇരിക്കുന്നത്, ഒരു ചെറിയ ചരിവുണ്ട്. ഈ ചരിവ് ഈ കറങ്ങുന്ന സമയം അത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണം നമ്മുടെ ഭൂമിയുടെയും സൂര്യൻ്റെയും പൊസിഷൻ റിലേറ്റീവ്ലി ചേഞ്ച് ചെയ്യും. അതായത് ഒരു 6 മാസം നമ്മുടെ സൂര്യൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇക്വേറ്ററിൻ്റെ അവിടെ നിന്ന് പതുക്കെ, അതായത് ഭൂമി ഇങ്ങനെ കറങ്ങുന്ന കാരണം എന്ത് പറ്റും, പതുക്കെ എന്ത് ചെയ്യും, ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെയും അടുത്ത 6 മാസം തിരിച്ചെന്ത് ചെയ്യും, ഇക്വേറ്ററിന് താഴോട്ട് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെ പോയിട്ട് തിരിച്ചു വരും. ഇത്രയൊന്ന് മനസ്സിലാക്കിയാൽ മതി. സൂര്യൻ്റെ പൊസിഷൻ ഒരു 6 മാസം നോർത്തിലായിരിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ പ്രഷർ ബെൽറ്റും ഒരു 5 to 10 ഡിഗ്രി മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതായത് 0 എന്നുള്ളത് 5 ഡിഗ്രിയിലെത്തും, 30 എന്നുള്ളത് 35 ഡിഗ്രിയിലെത്തും, 60 എന്നുള്ളത് 65 ഡിഗ്രിയിലെത്തും. ഇങ്ങനെ ഷിഫ്റ്റ് സംഭവിക്കും. അടുത്ത 6 മാസം സൂര്യൻ എവിടെയായിരിക്കും? സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും. അപ്പോൾ എന്ത് പറ്റും, ആ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഒരു 5 ഡിഗ്രി സൗത്തിലെത്തും, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്ന ഒരു 35 ഡിഗ്രി സൗത്തിലെത്തും, 60 ഉള്ളത് 65 ഡിഗ്രിയിലാവും. എന്ന് 90 മാറ്റമൊന്നും വരത്തില്ല. ഇതേ ഉള്ളൂ. ഇതൊരു പോയിന്റാണ് അവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആസ് ദ ടെമ്പറേച്ചർ കണ്ടീഷൻ വേരി വിത്ത് ദ അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ. സൂര്യൻ്റെ ഈ പറയുന്ന അപ്പാരൻ്റ് മൂവ്മെൻറ്റ് കാരണം പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കണ്ടീഷൻ മാറുന്നത് കൊണ്ട് ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ എന്ത് ചെയ്യും, റിലേറ്റീവ് ഷിഫ്റ്റിന് കാരണമാകും. അങ്ങനെ എന്ത് ചെയ്യും, ഒരു 5 to 10 ഡിഗ്രി വരെ നോർത്ത് വേർഡ് എന്ത് ചെയ്യും, സമ്മർ സീസണിലോട്ടും സൗത്ത് വേർഡ് വിൻ്റർ സീസണിലോട്ടും എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യും. ഇത് തന്നെയാണ് നമ്മൾ എന്താണ് ഷിഫ്റ്റ് ഓഫ് പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് സബ്ജക്റ്റ് ടു റിലേറ്റീവ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ മൺസൂൺ കാറ്റുകളെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? കേട്ടിട്ടുണ്ടാവില്ലേ മൺസൂൺ? നമുക്ക് ജൂൺ മാസം സ്കൂൾ തുറക്കുന്ന ജൂൺ മാസം മഴ പെയ്യിക്കുന്ന മൺസൂണിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇത് പഠിക്കും. ഈ മൺസൂൺ കാറ്റൊക്കെ ഉണ്ടാവുന്നതിന് ഈ പറയുന്ന പ്രഷറിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രഷർ ബെൽറ്റുകളുടെ ഷിഫ്റ്റ് ഒരു കാരണമാണ്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കാം. തീർന്നു, ഇത്രയേ ഉള്ളൂ. ഇന്ന് ഇത്രയും മതി അല്ലേ? ഇന്ന് ഈ ഒരു ടോപ്പിക് ഇവിടെ വെച്ച് അങ്ങ് തീരുകയാണ്. നമ്മൾ അടുത്ത ക്ലാസ് പഠിക്കാൻ പോകുന്നത് എന്താണ്, എയർ മൂവ്മെൻറ്റ് അഥവാ വിൻഡുകളെ പറ്റിയാണ്. അതെന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.